മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന പവിത്രം. പവിത്രം എന്ന പരമ്പര പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത് കൊണ്ട് തന്നെ പരമ്പരയുടെ പെട്ടെന്നുള്ള അവസാനം പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് പവിത്രം സീരിയലിന്റെ ആരാധകരെ ഏറെ നിരാശയിലാഴ്ത്തുകയായിരുന്നു. എന്നാൽ ക്ലൈമാക്സ് എപ്പിസോഡ് പ്രേക്ഷകർ വിചാരിച്ച രീതിയിലുമായിരുന്നില്ല. പ്രേക്ഷകരെ അത്രയധികം നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു പവിത്രം സീരിയലിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകൾ ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള അവസാനമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് പവിത്രം സീരിയൽ അവസാനിച്ചത്. എന്നാൽ പവിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഉടൻ വരുന്നു എന്നായിരുന്നു പവിത്രം സീരിയലിൻ്റെ ക്ലൈമാക്സിൽ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. പവിത്രം സീരിയൽ മെയ് 18-ാം തീയതി മുതൽ ആരംഭിക്കുന്നു എന്നായിരുന്നു ആദ്യം ചാനലിലൂടെ അനൗൺസ് ചെയ്തത്. പ്രമോയും പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് 18-ാം തീയതി സംപ്രേഷണം ആരംഭിച്ചില്ല. അതിനുശേഷം മെയ് 25-ാം തീയതി മുതൽ പരമ്പര ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നു എന്നായിരുന്നു പിന്നീട് പറഞ്ഞിരുന്നത്. എന്നാൽ 25-ാം തീയതിയും പരമ്പരയുടെ സംപ്രേഷണം ആരംഭിക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ല. ഇതെല്ലാം തന്നെ പ്രേക്ഷകരെ കടുത്ത നിരാശയിലാഴ്ത്തി. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേരാണ് കമൻസുകളിലൂടെ തങ്ങളുടെ പ്രതികരണം അറിയിച്ചത്. അത്രയും മികച്ചൊരു സീരിയൽ ആയിരുന്നു, തങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കമൻസുകളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ പിന്നീട് കുറച്ച് നാളത്തേക്ക് പവിത്രത്തിൻ്റെ യാതൊരുവിധ അനക്കവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ അടുത്തായി ജൂലൈ 13-ാം തീയതി മുതൽ പവിത്രം രണ്ടാം ഭാഗം സംപ്രേഷണം ആരംഭിക്കുന്നു എന്നുള്ള പ്രമോ വീഡിയോസ് ചാനൽ പവിത്രം സീരിയൽ വൈകുന്നതിനെ കുറിച്ച് സീരിയലിലെ തന്നെ നായകനായ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീകാന്ത് ശശിധരൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിനെല്ലാം നന്ദി, കുറച്ച് കാത്തിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരം ഒരു വലിയ കുറിപ്പ് പ്രേക്ഷകർക്കായി പങ്കുവച്ചിരുന്നത്. അതിനെല്ലാം തന്നെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പവിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി. എന്നാൽ പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. പവിത്രം സീരിയൽ ഏഷ്യാനെറ്റ് ചാനലിലായിരിക്കില്ല സംപ്രേഷണം ആരംഭിക്കുന്നത്. ജൂലൈ 13-ാം തീയതി മുതൽ ഹോട്ട്സ്റ്റാറിൽ മാത്രമായിരിക്കും പവിത്രം സീരിയലിൻ്റെ സംപ്രേഷണം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ അത് പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ചാനലിൽ തന്നെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പല പ്രേക്ഷകരും. എന്നാൽ അതെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ മാത്രമായിരിക്കും പവിത്രം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ സംപ്രേഷണം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രേക്ഷകരെ ഏറെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം അത്രയധികം ആരാധകരുള്ള ഒരു പരമ്പര തന്നെയായിരുന്നു. ചില പരമ്പരകളെല്ലാം പ്രേക്ഷകർ ഒന്ന് വേഗം നിർത്തിപ്പോകൂ എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പരമ്പര അത്രയധികം പ്രേക്ഷകർ നെഞ്ചേറ്റിയത് കൊണ്ടാണ് രണ്ടാം ഭാഗത്തിന് വേണ്ടി ഇത്രയധികം ആൾക്കാർ കാത്തിരിക്കുന്നത്. എന്നാൽ അവരെയെല്ലാം ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ചാനലിൽ തന്നെ സംപ്രേഷണം ചെയ്യണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്.